എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പുതിയ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ തെലുങ്കു ട്രെയിലർ ഇന്ന് വൈകുന്നേരം 4:05 ഒഫീഷ്യലായിട്ട് പുറത്തു വന്നത്. ഇതിനു മുമ്പ് പുറത്തു വന്ന മലയാളം, തമിഴ്, ഹിന്ദി ട്രെയിലറുകളെ പോലെ തന്നെ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന്റെ തെലുങ്കു ട്രെയിലറും നേടിയെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൂർണ്ണമായും 3Dയിൽ ഒരുക്കിയിരിക്കുന്ന ലാലേട്ടന്റെ ബറോസ് വൻപൻ പാൻ ഇന്ത്യൻ റിലീസ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ചിത്രത്തിന്റെ ഇന്ന് പുറത്തിറങ്ങിയ തെലുങ്കു ഒഫീഷ്യൽ ട്രെയിലർ ഇതിനോടകം തന്നെ 1 ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും കേൾക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ചിത്രം പൂർണ്ണമായും 3Dയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് ദിവസമായ ഡിസംബർ 25-ാം തീയതി മുതൽ ചിത്രം പൂർണ്ണമായും 3D ഷോകൾ മാത്രമാണ് പ്രദർശനത്തിന് എത്തുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ 2D വേർഷനും ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വലിയ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമാ പ്രേമികൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വൻപൻ സിനിമ ഇന്ത്യയിലെ പല ഇൻഡസ്ട്രികളിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ബറോസിന്റെ ഓഡിയോ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി മ്യൂസിക് ആണ്. ബറോസിലെ ലാലേട്ടൻ ആലപിച്ച ഗാനം സോണി മ്യൂസിക്കിലൂടെ പുറത്തു വന്നിരുന്നു. 4 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 20 ലക്ഷം കാഴ്ചക്കാരാണ് ആ ഒരു പാട്ടിന്, ആ ഒരു ഓഡിയോ വീഡിയോക്ക് സോണി മ്യൂസിക്കിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ബറോസ് എന്ന ചിത്രം 3Dയിൽ മാത്രം പ്രദർശനത്തിന് എത്തിയാൽ മതിയോ, അതോ ചിത്രത്തിന്റെ 2D വേർഷനും സിനിമയുടെ റിലീസിന്റെ അന്ന് റിലീസ് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.